നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമത്തിൽ ആളുകേറിയില്ല. മാസങ്ങൾ നീണ്ട പ്രചരണം ഒരു വഴിക്ക്, പല വിവാദങ്ങൾ വഴിയുള്ള ജനശ്രദ്ധ നേടിയുള്ള മറ്റൊരു വഴിയും പ്രചരണം. എന്നിട്ടും ഏറെ കൊട്ടിഘോഷിച്ച് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതീക്ഷിച്ചതുപോലെ പങ്കാളിത്തം ഉണ്ടാകാതിരുന്നത് തിരിച്ചടിയായി. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പോലും പ്രധാന വേദിയിൽ പകുതിയോളം കസേരകൾ ഒഴിഞ്ഞുകിടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ 100 കണക്കിന് ഉദ്യോഗസ്ഥരും പ്രധാന വേദിയിലുണ്ടായിരുന്നു. 3000 പേർക്കുള്ള ഇരിപ്പിട സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. ഉദ്ഘാടന സെഷൻ കഴിഞ്ഞതോടെ മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് പ്രധാന വേദിയിൽ നടന്ന ചർച്ചയിൽ 50-ൽ താഴെ പേർ മാത്രമാണ് പങ്കെടുത്തത്. മാസങ്ങളായി വലിയ തോതിൽ പ്രചരണം നടത്തിയിട്ടും പ്രതീക്ഷിച്ചത്ര ആളുകൾ എത്തിയില്ല എന്നതാണ് തിരിച്ചടിയായത്. പ്രസംഗിക്കാനുള്ള അവസരം വൈകിയതിനെ തുടർന്ന് തമിഴ്നാട് IT മന്ത്രി ഡോക്ടർ പളനിവേൽ ത്യാഗരാജൻ ഉദ്ഘാടന വേദി വിടാൻ ഒരുങ്ങി. സംഗമം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി വേദി വിട്ട ശേഷം ദേവസ്വം മന്ത്രി VN വാസവനാണ് പ്രസംഗിച്ചത്. തുടർന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തമിഴ്നാട് ദേവസ്വം മന്ത്രി ശേഖർ ബാബുവും പ്രസംഗിച്ചു. അടുത്തത് തന്റെ ഊഴമാകുമെന്ന് പ്രതീക്ഷിച്ച പളനിവേൽ ത്യാഗരാജനെ നിരാശനാക്കി NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറിന്റെ പേരാണ് പ്രസംഗത്തിനായി വിളിച്ചത്. ഇതോടെ അക്ഷമ പ്രകടിപ്പിച്ച പളനിവേൽ ത്യാഗരാജൻ വൈകാതെ വേദി വിട്ടിറങ്ങാൻ തുടങ്ങി. പുറത്തേക്കുള്ള വാതിലിന് സമീപം വരെ അദ്ദേഹം എത്തിയപ്പോഴാണ് സംഗതി പന്തിയല്ലെന്ന് വ്യക്തമായ ദേവസ്വം മെമ്പർ അജികുമാർ ഓടിയെത്തി അദ്ദേഹത്തെ അണുനയിപ്പിക്കാൻ ശ്രമിച്ചത്. മന്ത്രിയെ വേദിയിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു. എന്നിട്ടും തന്റെ അതൃപ്തി പ്രകടിപ്പിച്ച പളനിവേൽ ത്യാഗരാജനെ തമിഴ്നാട് ദേവസ്വം മന്ത്രി ശേഖർ റാവുവും അണുനയിപ്പിക്കാൻ ശ്രമിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിൽ വിദേശത്തു നിന്നും 250-ൽ പരം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും കേരളത്തിന് പുറത്തുനിന്നും എത്തിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ മാത്രമാണ്. അതിൽ IT മന്ത്രിയായ പളനിവേൽ ത്യാഗരാജൻ ആഗോള സംഗമം വേദിയിൽ തന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ വൈകിയതിനെ തുടർന്ന് അതൃപ്തി വ്യക്തമാക്കുകയും ചെയ്തു. സംഗമത്തിൽ ഭക്തരെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് സർക്കാർ ജീവനക്കാരാണ്. സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സർക്കാർ വകുപ്പുകളിൽ നിന്നായി 100 കണക്കിന് ജീവനക്കാരാണ് എത്തിയത്. വനം, ആരോഗ്യം, ജലവിഭവം, വൈദ്യുതി തുടങ്ങിയ വിവിധ വകുപ്പുകളിൽ നിന്നായി നിരവധി പേരെത്തി. കൂടാതെ ദേവസ്വം വകുപ്പിന്റെ എല്ലാ ഓഫീസുകളിൽ നിന്നും വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. വോളണ്ടിയർമാരായും നിരവധി പേർ ഉണ്ടായിരുന്നു. വേദിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സാമുദായിക പ്രതിനിധികളുമല്ലാതെ ആധ്യാത്മിക ആചാര്യന്മാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സംഗമം തുടങ്ങുന്നതിന് മുൻപുള്ള ഭദ്രദീപ് പ്രകാശനത്തിന് ശബരിമല മുൻ തന്ത്രി കണ്ഠരര് മോഹനര് പങ്കെടുത്തതും സർക്കാരിന് തിരിച്ചടിയായി. നിലവിലെ ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനർക്കൊപ്പമാണ് പിതാവ് മോഹനര് വേദിയിൽ വിളക്ക് കൊളുത്തുന്ന ചടങ്ങിനെത്തിയത്. ശബരിമല ദേവപ്രശ്നം, ശോഭാ ജോൺ പ്രതിയായ കേസ് എന്നിവയിലൂടെ വിവാദ നായകനായ മോഹനരെ പിണറായി വിജയനും ഇടത് സർക്കാരിലെ മറ്റു മന്ത്രിമാരും പല വേദികളിലും അവഹേളിച്ച് സംസാരിച്ചിട്ടുണ്ട്. വിവാദ നായകനായ മോഹനരെ ശബരിമലയിൽ ഒരു പരിപാടിക്കും അടുപ്പിച്ചിരുന്നുമില്ല. കുറ്റം പറഞ്ഞവർ തന്നെ മോഹനരെ ഈ പരിപാടിയിൽ കൊണ്ടുവന്നതിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ട്രോൾ നിറയുകയാണ്.